അള്ളാഹു സുബ്ഹാനഹു വ തആല പർവ്വതങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് കുറേ ആയത്തുകൾ പറഞ്ഞിട്ടുണ്ട് പർവ്വതങ്ങളുടെ വിഷയത്തിൽ. ഏതായാലും അള്ളാഹു ഇവിടെ പറയുന്നതാണ് എന്ത്, എൻസിഫുഹാ റബ്ബി നസ്ഫ എന്നുള്ളത്. പർവ്വതങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല പൊടിക്കും, പർവ്വതങ്ങളെ എടുത്ത് അതിനെ പൊടിച്ച് വിതറും എന്നുള്ളതാണ്. ഏതായാലും ഇവിടെ ഒരു വിഷയം നമ്മൾ ഇവിടെ ഇതിൻ്റെ ശൈലിയിലുള്ളത്, വിശുദ്ധ ഖുർആനിൽ കുറേ എസ് അലൂനൊക്കെ ഉണ്ട്, കുറേ വയസ് അലൂനൊക്കെ ഉണ്ട്. അതിനൊക്കെയും മറുപടി കുൽ എന്നാണ്. കുൽ ഇപ്പം ഉദാഹരണത്തിന് എങ്ങനെ നമ്മൾ എസ് അലൂനക്കുണ്ട്, വയസ് അലൂനക്കുണ്ട് അല്ലേ. എസ് അലൂനക്ക ഇപ്പം നിങ്ങൾ പറഞ്ഞ അനിസാ അല്ലേ. അതേപോലെ തന്നെ പിന്നെ എസ് അലൂനക്ക അനിൽ അംഫാൽ, പിന്നെ എസ് അലൂനക്ക അവിടെ വയസ് അലൂനക്ക അനിറൂഹ്, അവിടെ വാവുണ്ട്. ഏതായാലും അനിറൂഹ് നമ്മൾ പിന്നെ അനിറൂഹ്. എസ് അലൂനക്ക മാദാ യുൻഫിഖൂൻ, അവർ മാദാ യുൻഫിഖൂൻ എന്നുള്ളടത്ത് യസ് അലൂനക്ക മാദാ യുൻഫിഖൂൻ, വയസ് അലൂനക്ക മാദാ യുൻഫിഖൂൻ, രണ്ടുമുണ്ട്. അതേപോലെ തന്നെ പിന്നെ യസ് അലൂനക്ക അനിൽ മഹീദ് അല്ലേ, യസ് അലൂനക്ക അനിൽ ഖംറി വൽ മൈസിർ. അതേപോലെ തന്നെ യസ് അലൂനക്ക അനിൽ യതാമ അല്ലേ, യസ് അലൂനക്ക അനിൽ ഖർനൈൻ കഴിഞ്ഞോ. ഇതേപോലെ തന്നെ യസ്അലൂനക അനിൽ അഹില്ല വന്നോ, ഇല്ല അഹില്ല മാസങ്ങളെക്കുറിച്ച്. യസ്അലൂനക അനി സാഅത്തി വയസ്അലൂനക അനി സാഅത്തി, അതും രണ്ടെണ്ണുണ്ട്. യസ്അലൂനക മാദാ ഉഹില്ല ലഹും അല്ലേ, ലഹും ഖുൽ ഉഹില്ല ലക്കും ത്വയ്യിബാത്ത് വമാ അല്ലംതു മിനൽ ജവാരിഹി മുകല്ലിബീന തുഅല്ലിമൂനഹുൻ എന്ന് തുടങ്ങിയിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കിയ ഇവിടെ വയസ് അലൂനക, അവർ താങ്കളോട് ചോദിക്കുന്നു. അത് യതീമുകളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, ഖംറിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, ചൂതാട്ടത്തെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, ഹൃദയത്തെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ അന്ത്യനാളിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, അംഫാൽ യുദ്ധാർജിത സ്വത്തുക്കളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, റൂഹ് ആത്മാവിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, മാദാ യുൻഫിഖൂൻ തങ്ങൾ എന്ത് ചെലവഴിക്കണം എന്നതിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, ദുൽഖർനൈനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, അൽ അഹില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മാസങ്ങളുടെ ചന്ദ്രമാസം അതിൻ്റെ വൃദ്ധിക്ഷയങ്ങളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, മാദാ ഉഹില്ല ലഹും തങ്ങൾക്ക് എന്താണ് അനുവദിക്കപ്പെട്ടത്, ഇങ്ങനെ കുറേ അവർ ചോദിച്ചിട്ടുണ്ട്. വയസ് അലൂനക അല്ലെങ്കിൽ യസ് അലൂനക. ഇവിടൊക്കെ നമുക്ക് പ്രധാനപ്പെട്ടത് ആരാണ്, നമ്മുടെ ഇത് അൽ ജിബാൽ. ഇവിടൊക്കെ ഉത്തരം പറയാൻ പറഞ്ഞത് കുൽ എന്നാണ്. കുൽ എന്നാണ്. കുൽ ഈ ചോദ്യങ്ങൾക്കൊക്കെ കുൽ താങ്കൾ പറയുക. ഇവിടെ ഒന്നും എന്തില്ല, ഫഖുൽ എന്നുള്ളതില്ല. ഫഖുൽ എന്നിവിടെയുള്ളൂ, ഈ ചോദ്യത്തിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ യസ് അലൂനക എന്നുള്ളിടത്തൊക്കെ ചോദ്യം ഒരു പ്രാവശ്യം ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ടാണ് യസ് അലൂനക കുൽ മറുപടി കൊടുക്കാൻ പറഞ്ഞത്. വയസ് അലൂനക എന്നുള്ളിടത്തൊക്കെ ചോദ്യങ്ങൾ ആവർത്തിച്ചിട്ടുണ്ടായിട്ടുണ്ട്, ചോദ്യങ്ങൾ പലതുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് വയസ് അലൂനക വാവ് അവിടെ തുടക്കത്തിൽ വന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു പിന്നെ കാരണം ഉലൂമുൽ ഖുർആനിൽ വായിക്കാൻ സാധിച്ചത്. പിന്നെ ഈ കുൽ എന്ന് മറുപടി കൊടുക്കാൻ പറഞ്ഞിടത്തൊക്കെ ഉണ്ടല്ലോ ചോദ്യം അവരിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്, ചോദ്യം ഉണ്ടായിട്ടുണ്ട്. യസ് അലൂനക അനിൽ യതാമ യതീമുകളെ കുറിച്ച് ചോദ്യം ഉണ്ടായിട്ടുണ്ട്, ഖംറിനെ കുറിച്ചും മൈസറിനെ കുറിച്ച് ചോദ്യം ഉണ്ടായിട്ടുണ്ട്. എല്ലാ ചോദ്യങ്ങളും മുശ്രിക്കുകളുടെ ഭാഗത്തു നിന്നല്ല, കുഫാറിൻ്റെ ഭാഗത്തു നിന്നല്ല, ചില ചോദ്യങ്ങൾ മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. എന്തായാലും ചോദ്യം ഉണ്ടായിട്ടുണ്ട്, അതിനോട് പ്രതികരിക്കാനാണ് കുൽ. എന്നാൽ ഈ ഒരു വിഷയം ഉണ്ടല്ലോ വയസ് അലൂനക അനിൽ ജിബാൽ, ആ ചോദ്യം ഉണ്ടായിട്ടില്ല, ചോദ്യം വരാനിരിക്കുന്നതാണ്. അതിനെ തുടർന്ന് ചോദിച്ചിട്ടുണ്ടാവാം. എന്തായാലും ഈ ആയത്തിറങ്ങുമ്പോൾ ചോദിച്ചിട്ടില്ല, ചോദ്യം വരാനിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വയസ് അലൂനക അനിൽ ജിബാൽ, ജിബാലിനെ കുറിച്ച് അവർ ചോദിക്കും. അങ്ങനെ ചോദിക്കുകയായാൽ ഈ ഫാക്ക് ഫാഉൽ ഫസീഹ എന്ന് പറയാം, ഒരു ജുംല അവിടെ ഉദ്ദേശമാണ്. അങ്ങനെ അവർ ചോദിക്കുകയായാൽ കുൽ താങ്കൾ പറയുക യൻസിഫുഹാ റബ്ബി നസ്ഫ. ഇവിടെ എല്ലാ യസ് അലൂനക്കും എന്ന് പറയാതെ കുൽ എന്ന് നേരിട്ടാണ് എന്ത് ചെയ്തത് പറഞ്ഞത്. എന്നാൽ അൽ ജിബാൽ എന്നതിനെ കുറിച്ചുള്ള ചോദ്യങ്ങളുടെ വിഷയത്തിൽ എന്തുകൊണ്ട് കുൽ എന്ന് മാത്രം പറയാതെ ഫഖുൽ എന്ന് പറഞ്ഞു?
അതിനുള്ള ഒരു തൗജീഹാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ഇതിൻ്റെ ചോദ്യം വരാനിരിക്കുന്നതാണ്. അവർ ചോദിക്കുകയായാൽ, അതാണ് ഈ ഫ അറിയിക്കുന്നത്, ഖുൽ യൻസിഫുഹ റബ്ബി നസ്ഫ. ഇത് പിന്നെ ഈ വിഷയത്തിൽ വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, അവിടെ നോക്കിയേ, വഇദാ സഅലക, അവിടെ യസ്അലൂനക എന്നല്ല, പിന്നെയോ വിഷയം അത് തന്നെയാണ്. ഇദാ വന്നിട്ടുണ്ടെങ്കിൽ ചോദിക്കുകയായാൽ എന്നാണ്. ഇദാ സഅലക, സഅല സഅല എന്നുള്ളത് ഭൂതകാലക്രിയയാണ്. സഅല ചോദിച്ചു എന്നാണ്. യസ്അലു എന്ന് പറഞ്ഞാൽ ചോദിക്കുന്നു, ചോദിക്കും എന്നാണ്. ഓക്കെ, പക്ഷെ ഇദ വന്നിട്ടുണ്ടെങ്കിൽ എന്തായി? ഇത് ഭാവിയിലേക്ക് അറിയിക്കണം. ഇദാ സഅലക, താങ്കളോട് ചോദിച്ചാൽ, ഉണ്ടോ, ചോദിച്ചാൽ. ക്രിയ ഭൂതകാല ക്രിയ ആണെങ്കിലും ഇദാ വന്നിട്ടുണ്ടെങ്കിൽ എന്തായി? അതിൻ്റെ മാന ഫ്യൂച്ചറിലേക്കായി. അപ്പൊ ഇദാ സഅലക, അങ്ങനെ പിന്നെ വർത്തമാന ഭാവി കാലക്രിയ ഉണ്ട്. ഇപ്പൊ യസ് അലു എന്നുള്ളത് തന്നെ, യസ് അലു എന്ന് പറഞ്ഞാൽ ചോദിക്കുന്നു, ചോദിക്കുന്നു എന്നാണ്. ചോദിക്കുന്നു അല്ലെങ്കിൽ ചോദിക്കും. പക്ഷേ ഇതിൻ്റെ മുമ്പിൽ ലമ്മ് വന്നാൽ എന്തായി? ചോദിച്ചിട്ടില്ല എന്നാണ് അർത്ഥം. ഭൂതകാല ക്രിയക്കായി, ഭൂതകാലത്തിൻ്റെ അർത്ഥം കിട്ടാനാണ് ലം. മനസ്സിലല്ലേ? അതേപോലെ തന്നെ ഇവിടെ സഅല ഭൂതകാല ക്രിയയാണെങ്കിലും അർത്ഥം ഫ്യൂച്ചറിലേക്കാകാനാണ് എന്ത് ഇത വന്നത്. ഏതായാലും വഇദാ സഅലക ഇബാദി അന്നി, എന്നെക്കുറിച്ച് താങ്കളോട് അടിയാറുകൾ ചോദിച്ചാൽ എന്താ പറഞ്ഞത്? ഖുൽ എന്ന് പറഞ്ഞാൽ, ഖുൽ പറഞ്ഞില്ല, പിന്നെയോ ഫഇന്നി ഖരീബ്, ഞാൻ ഏറ്റവും അടുത്താണ് എന്ന് പറയുക. ഞാൻ ഏറ്റവും അടുത്താണ് എന്ന് പറയുക. എന്തുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ ഖുൽ എന്ന് പറയാതെ അള്ളാഹു നേരിട്ട് അതിനോട് ഫഇന്നി ഖരീബ് ഉജീബ് ദഅവത ദാഇ ഇദാ ദഅാനി, ഞാൻ അടുത്താണ്, ദുആ ഇരക്കുന്നവൻ എന്നോട് ദുആ ഇരക്കട്ടെ എന്ന് പറഞ്ഞത്? പണ്ഡിതന്മാർ പറയാണ്, ദുആഇൻ്റെ മഖാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദുആഇൻ്റെ മഖാം അത് അഷ്റഫുൽ മഖാമാത്താണ്. ഒരാൾ ദുആ ഇരക്കുക എന്ന് പറഞ്ഞെങ്കിൽ ആ സമയം, ആ സന്ദർഭം ഏറ്റവും അയാളുടെ ഉത്കൃഷ്ട സമയമാണ്. അതുകൊണ്ട് ഒരു ദാസനും ദാസൻ്റെ മൗലയായ അള്ളാഹുവിനും ഇടയിൽ ആര് വേണ്ട? ഒരു ഇടയാളന് വേണ്ട, ഒരു മധ്യവർത്തി വേണ്ട. അത് പഠിപ്പിക്കാനാണ് അവിടെ ആ ചോദ്യം ചോദിക്കുകയായാൽ ഒരു ഖുൽ എന്ന് പോലും പറയാതെ ഫഇന്നി ഖരീബ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തത്. നേരിട്ട് അതിൻ്റെ മറുപടി ഏറ്റെടുത്തിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഇതാണ് എനിക്കുള്ളത്. ജലാലുദ്ദീൻ സുയൂത്തിയാണ് തോന്നുന്നു ഈ ഒരു നിരീക്ഷണം പറഞ്ഞത്. അതായത് ഒരു ദാസൻ ദുആ ഇരക്കുമ്പോൾ അവൻ്റെ സ്ഥാനം എന്താണ്? ഏറ്റവും ഉയർന്ന സ്ഥാനമാണ്. ആ ഉയർന്ന സ്ഥാനത്ത് ഒരു ദാസൻ എത്തിയിട്ട് അവൻ ദുആ ചെയ്യുമ്പോൾ ആ അള്ളാഹുവിനും അവനും ഇടയിൽ എന്ത് വേണ്ട? ഒരു ഇടയാളനും മധ്യവർത്തിയും വേണ്ട. ആ ഒരു അദബ് പഠിപ്പിക്കാനാണ് ഈ ഒരു ശൈലി വിശുദ്ധ ഖുർആനിൽ വന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് പഠിപ്പിക്കപ്പെട്ട മുസ്ലിമീങ്ങൾക്ക് ദുആ ഇരക്കണ സമയത്ത് ഇനി അള്ളാനെ വിളിക്കണമെങ്കിൽ തന്നെ എന്ത് വേണം? കുറേ അടയാളന്മാർ വേണം, മധ്യവർത്തികൾ വേണം, ഇങ്ങനെ വേണം. പലരും എന്താണ് വിളിക്കുന്നത്? അള്ളാഹ് തന്നെ വിളിക്കണില്ല, പിന്നെ ആരെയും വിളിക്കണത്? അല്ലാത്ത നേർച്ചക്കാരെയും ശുഹദാക്കളെയും ബദരീങ്ങളെയും പോലൊക്കെ വിട്ടിട്ട് ഈ പഠിത്തം വെച്ചുപോയ ഷെയ്ഖ് മടവൂരിനെയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു എല്ലാവർക്കും ഇതായിരുന്നു നൽകട്ടെ.